നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സിനിമാക്കാരൻ ആരെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യമെത്തുന്ന ഉത്തരം ഷാറുഖ് ഖാനോ സൽമാൻ ഖാനോ രജനീകാന്തോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഏറ്റവും സമ്പന്നനായ നടൻ ആരെന്നല്ല ചോദ്യം. നിർമ്മാതാവോ സംവിധായകനോ നായകനോ ആരുമാകാം ഇത്. അങ്ങനെ വരുമ്പോൾ ആ സ്ഥാനത്തിനുടമ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളുടെ ഉടമകളിൽ ഒരാളാണ്. സൺ പിക്ചേഴ്സിൻ്റെ ഉടമയാണ് ആ വ്യക്തിത്വം. ബിസിനസ്സിലും സിനിമയിലും സ്പോർട്സിലുമൊക്കെ ഒരുപോലെ മികവ് പുലർത്തിയ വ്യവസായി കലാനിധി മാരനാണ് ഈ കിരീടത്തിന് അർഹനായിരിക്കുന്നത്. കേവലം ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി കൈവച്ച എല്ലാ മേഖലകളിലും ജയം കൊയ്ത എണ്ണം പറഞ്ഞ സംരംഭകരിൽ ഒരാൾ കൂടിയാണ് കലാനിധി മാരൻ. അന്തരിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവ് മുരൈസില്ലി മാരൻ്റെയും മല്ലിക മാരൻ്റെയും മകനായിട്ടാണ് കലാനിധി മാരൻ ജനിക്കുന്നത്. ചെന്നൈയിലെ ഡോൺ ബോസ്കോയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും ചെന്നൈ ലയോള കോളേജിൽ നിന്ന് ബിരുദവും നേടിയ അദ്ദേഹം പിന്നീട് പെൻസിൽവേനിയയിലെ സ്ക്രാൻഡൺ സർവകലാശാലയിൽ നിന്ന് MBA പൂർത്തിയാക്കുകയും ചെയ്തു. 1983 സൺ TV എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ആരംഭം. തമിഴ് ഭാഷയിലുള്ള വിനോദ ചാനൽ ഇപ്പോൾ സൺ ഗ്രൂപ്പ് എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നായി ഇത് മാറിയിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ ചാനലുകളുള്ള സൺ ഗ്രൂപ്പ് ഈ മേഖലയിലെ ഏറ്റവും ശക്തരായാണ് വിപണിയിൽ നിലകൊള്ളുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ സിനിമാക്കാരനാണ് അദ്ദേഹം. 2024 ജൂൺ വരെ ഫോബ്സ് മാസികയിൽ അദ്ദേഹത്തിൻ്റെ ആസ്തി $3.5 ബില്യൺ കാണപ്പെട്ടിരുന്നത്. ഇത് ഇന്ത്യൻ വിലയിൽ ഏകദേശം 29,000 കോടി രൂപയ്ക്ക് മുകളിൽ വരുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2023 ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തികളുടെ ഫോബ്സ് പട്ടികയിൽ 82ാം സ്ഥാനത്തും 2024 ആഗോള ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ 1062ാം സ്ഥാനത്തുമാണ് കലാനിധി മാരൻ ഉള്ളത്. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് അദ്ദേഹം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിരൻ, ബീസ്റ്റ്, പേട്ട, സർക്കാർ, ജയിലർ തുടങ്ങിയ വലിയ സിനിമകൾ നിർമ്മിച്ചത് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. സൂപ്പർ താരങ്ങളായ വിജയ്, സൂര്യ, രജനീകാന്ത്, ധനുഷ തുടങ്ങിയവരെ വെച്ച് സൺ പിക്ചേഴ്സ് സിനിമകൾ ഒരുക്കിയിട്ടുണ്ട്. 30-ലധികം ചാനലുകളുള്ള TV നെറ്റ്വർക്കിനും പ്രൊഡക്ഷൻ ഹൗസിന് പുറമെ 2 ദിനപത്രങ്ങൾ, 5 മാസികകൾ, ഒരു DTH സാറ്റലൈറ്റ് സർവീസ്, 2 ക്രിക്കറ്റ് ടീമുകളും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്ക T20 ലീഗിൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേപ്പ് എന്നിവയാണ് ക്രിക്കറ്റ് ടീമുകൾ. അദ്ദേഹത്തിൻ്റെ മകൾ കാവ്യമാരനും ഇപ്പോൾ ബിസിനസ് രംഗത്ത് സജീവമാണ്. IPL ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാവ്യയാണ്. ഇതിനു പുറമെ സൺ TV നെറ്റ്വർക്കിൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങളിലും കാവ്യ സുപ്രധാന പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്.